മാത്രല്ല നമുക്കിടയില് കൊറേ ബാധ്യതകൾ നമുക്ക് കിടക്കുന്നുണ്ട്. നമുക്ക് 1,00,000 എന്തായാലും വേണം ഒരു മാസം. കഷ്ടപ്പാട് ചോദിക്കാൻ പറ്റില്ല. ജോലിയാണ് നാട്ടിലായാലും ശരി പുറത്തായാലും ശരി അവിടെ. ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ നന്ദൂസ് വ്ളോഗ് ഉണ്ടല്ലോ, നമ്മുടെ ഉപ്പുമുളകും ലൈറ്റിലെ അവിടുത്തെ ഇളയ കുട്ടികളെ 1.5 വർഷം മുമ്പ് അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുഞ്ഞൻ്റെയും ഈ പറയുന്ന ഗോകുലിൻ്റെയും കല്യാണം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ഒരു സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആ സമയത്ത് ഓരോരുത്തരും ഓരോ വീഡിയോസുകൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫാമിലിയെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കുറേ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ വിളിച്ചതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളോ റെക്കോർഡോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും പുറത്തോ ഒന്നും വിടാനൊന്നും പോയിട്ടില്ല. അവരെ ചോയ്സോ കാര്യങ്ങളൊന്നും, പിന്നെ റെക്കോർഡ് ഞാൻ ചെയ്തിട്ടില്ല. അത് വേറെ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ചില ആൾക്കാരൊക്കെ അതൊക്കെ പുറത്ത് വിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ പേരൻ്റ് എന്നെ വിളിച്ച് അത് അങ്ങനെയല്ല മോനെ കാര്യം, അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകളൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു മകളില്ല, അങ്ങനൊരു ചെറുക്കനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കാണുന്നത് വെച്ചാൽ ഇവർ ഒന്നായി ഇരിക്കുന്നതൊക്കെയാണ്. പിന്നെ നമ്മൾ ആ ഒരു കോണ്ടന്റ് എടുക്കാനോ കാര്യങ്ങളൊന്നും പോയില്ല. ഇപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം, താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോവാം. ഇത് ആവശ്യമില്ലാത്തൊരു കോണ്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായിട്ട് സ്കിപ്പ് അടിച്ച് പോവാം. ഓക്കെ. അപ്പം ഈ പറയുന്ന ഗോകുലിൻ്റെയും ഈ പറയുന്ന കുഞ്ഞൻ്റെയും, അതായത് ഗോകുലിൻ്റെ അച്ഛൻ, അവരിപ്പം പുറത്താണ്. അമ്മ അവരുടെ വ്ളോഗും കാര്യങ്ങളുമാണ് ഇപ്പോൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ ചാനൽ വേണ്ടെന്ന് വെച്ച് തരാം. SL വ്ളോഗ് KDR എന്നും പറയുന്നിട്ടുള്ളൊരിതാണ്. അപ്പോൾ അതിനകത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ. എന്താ ആരുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ ആ വീഡിയോ ഫുള്ള് നോക്കാം. ഇന്നലെ രാത്രി ഇരുന്ന് ഒരുപാട് നോക്കി ആ ചാനൽ, പക്ഷെ കിട്ടിയില്ല. ഇവർ വീഡിയോ ചെയ്യാൻ പോയപ്പോഴാണ് അവരുടെ ആ ഒരു വ്ളോഗ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ചാനലൊക്കെ നിങ്ങൾക്ക് വെച്ച് തന്നല്ലോ, അവർക്കും കൂടെ പ്രൊമോഷൻ ആയിക്കോട്ടെ. ഇവരാരും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ലെന്ന് തോന്നുന്നു ആ അച്ഛനെ. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് സ്വന്തം മോനെയും കുറിച്ചും മരുമോളെയും കുറിച്ച് കുറ്റം പറഞ്ഞുണ്ടാക്കുന്നത്? അവർ നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നില്ലല്ലോ. വീഡിയോ കാണുന്നവർ ആരും പൊട്ടന്മാരല്ല എന്നുള്ള രീതിയിലെ കമൻസും വരുന്നുണ്ട്. അതിലൊന്നും പുള്ളിക്കാരൻ റിപ്ലൈ കൊടുക്കാതെ മറ്റുള്ള വീഡിയോസിനും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോഴും പറയാം, ആവശ്യമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി, ബാക്കിയുള്ളവർ കാണണമെന്ന് ഒട്ടുമില്ല. ഇത് 13-12 ദിവസം മുമ്പ് ഈ പറയുന്ന നന്ദൂസ് വ്ളോഗിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ പയ്യൻ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അതാണെന്ന് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ വ്ളോഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് കരുതി. അന്ന് ഇവൻ കുറച്ച് നിലപാടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കട്ടക്കലിപ്പിലൊക്കെ വന്നിട്ടിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ നേരത്തെ നിശ്ചയം കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചാണ്. പിന്നെ എന്തൊക്കെയോ ഇവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്, അത് അവർക്ക് മനസ്സിലായത്. അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ സംസാര രീതികളും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി അതിലോട്ടൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ ഉപ്പുമുളക് ലൈറ്റിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും. പറയുന്നതിൻ്റെ അല്ല വിഷയം, ആ ഒരു ശൈലി ഉണ്ടല്ലോ. അന്നത്തെ വിഷയം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തു കാണിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞൻ്റെ കല്യാണ സമയത്ത് ഒന്നും ആയിട്ടില്ല, എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യും നിങ്ങൾ പറ. സോഷ്യൽ മീഡിയ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കുമ്പോൾ ഒരുമാതിരി ഇരക്കുന്ന രീതിയിലായിട്ട് ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് അത് എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഒരുമാതിരി ഇരക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സഹതാപമായിട്ട് തോന്നി. പിന്നെ എനിക്കൊരു എന്താ പറയണ്ടേ, ഞാൻ വിമർശിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഞാൻ ആ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പം പുള്ളി ഭയങ്കര പാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെറും പാവം പിടിച്ച മനുഷ്യനാണ്. ഓക്കെ, ഇനി അതിലോട്ട് വരുന്നൊന്നുമില്ല. പല കാര്യങ്ങളും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ മുക്കുമൂലകളൊക്കെ കൊണ്ടിടുമ്പം ആൾക്കാർ നല്ല രീതിയിൽ നെഗടിക്കും. ഇപ്പം അതുപോലെ ചെറുതായിട്ട് ഇവരും വന്നിട്ട് ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാണ് വണ്ടി മേടിച്ചത്, പാതി ഞാനിട്ടു, ഞാൻ 23-ാമത്തെ വയസ്സിൽ പോയി, അതൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം. 365 ദിവസം നമ്മൾ വീഡിയോ ഇടുന്നില്ല. ചിലപ്പോൾ ഒരു മാസത്തിൽ 6-7-8 ദിവസം നമ്മൾ വീഡിയോ ഇട്ട് ബാക്കി 10-20 ദിവസം ബാക്കി ഉണ്ടാവും. അപ്പൊ നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, അന്നത്തെ നമ്മുടെ എന്താ സംഭവങ്ങൾ ഒന്നും അറിയാത്തതുണ്ടാവും. എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സബ്ജക്റ്റിൽ കാണിക്കാനും കാര്യങ്ങളും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാം, അങ്ങനത്തെ ഒരു കമന്റ് ആണ്. അത് കുറെ പേര് ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട, അത് റിയാക്ട് നമുക്ക് കൊറേ നമുക്ക് പരിധി വരെ ക്ഷമിക്കും. നമുക്ക് ഇത് കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് ചർച്ചയാവും. ചിലർ കുത്തി സംസാരിക്കും. പറയുന്നത് മനസ്സിലായി, നല്ല രീതിയിൽ കുത്തി സംസാരിക്കും.
ഇപ്പോൾ കൂടുതലും ട്രോള് പോകുന്നത് ഇവൻ സംസാരിക്കുന്നതും ഇവൻ്റെ അച്ഛൻ സംസാരിക്കുന്നതും വെച്ചിട്ടാണ് പോകുന്നത്, ട്രോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഓഡിയൻസ് നിങ്ങളെ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുന്നവരുടെ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ A to Z കാര്യങ്ങൾ ഇപ്പം 30 മിനിറ്റിൻ്റെ ബ്ലോഗ് ഉണ്ടെങ്കിൽ അത് മൊത്തം ഇരുന്ന് കണ്ട് അത് തലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ അച്ഛനൊരു വീഡിയോ ഇടുമ്പോൾ അപ്പുറത്ത് പോയി എന്തെടുക്കും അതും കാണും. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി ഒരു കഥ തന്നെ അവർ മെനഞ്ഞു വെക്കും. അതൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ വന്നിട്ട് ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നത്. അതിനൊക്കെ റിയാക്ട് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോകാനേ നേരം കാണത്തുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്കൊക്കെ ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി വ്ളോഗ് കാണണം. ഡെയിലി വ്ളോഗ് ഇട്ടാൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫില് വെറുതെ എന്തിനാ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടാ. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ വീട്ടില് ഇപ്പൊ എന്റെ ഉണ്ണിയുടെ ഹെൽത്താണ് ഏട്ടനെ മെയിനായി നോക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആ സമയത്ത് ഏട്ടന്റെ ഭാര്യയുടെ അടുത്ത് കൂടെ നിന്നു വെച്ചിട്ട് എന്റെ വീട്ടിൽ ഇവിടെ വന്ന് നിന്നു വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. നമുക്ക് ഈ വീട്ടിൽ നിന്ന് വെച്ചത് ഈ വീട്ടിലുള്ള ആരും ഞങ്ങൾ രണ്ടാളും പേഴ്സണൽ ജീവിതത്തിൽ ഇടപെടില്ല. നമ്മളിവിടെ നിൽക്കുന്നു, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു, അല്ലാതെ നമ്മൾ പേഴ്സണൽ കാര്യത്തിലും ഇവിടെയുള്ള ആരും ഇടപെടില്ല. അത് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്നുകൊണ്ട് ഏട്ടനൊരു ബുദ്ധിമുട്ടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഭാര്യയുടെ അടുത്ത് ഇപ്പൊ ഏട്ടൻ നാട്ടിലുള്ള നിലയ്ക്ക് നമ്മൾ ഭാര്യ ഭർത്താവ് ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പൊ എനിക്ക് വൈകി ഞാൻ എന്റെ ഇവിടെ റെസ്റ്റിനും ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കായി നിൽക്കുമ്പോ ഏട്ടനെ ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് കൂട്ടുകാരി ആരെ ചേച്ച മാമനെ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാനുള്ളത് അവിടെ പോയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കല്യാണം കഴിക്കുന്നത് ഭാര്യ ഭർത്താവ് ഒരുമിച്ച് നിൽക്കാനാണ് അല്ലെ. അതിലിപ്പോ ഏട്ടൻ എന്റെ അടുത്ത് ഇപ്പൊ ഞാൻ എനിക്ക് വയ്യാത്ത കാരണം ഇവിടെ വന്ന് നിന്ന് എന്റെ അടുത്തായിട്ട് ഇവിടെ വന്ന് നിന്ന് വെച്ചൊരു പ്രശ്നമില്ല. ഇപ്പൊ ഞാനായാലും ഏട്ടല്ലാണ്ട് ഏട്ട ഒരു ദിവസം അവിടെ നിൽക്കട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാറില്ല. ഏട്ടന്റെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഏട്ടൻ്റെ കൂടെ നിൽക്കാറുള്ളൂ. ഇപ്പൊ എനിക്ക് ഇത്രയും വയ്യാണ്ടായിട്ട് പോലും ഏട്ടന് വർക്കിന് അവിടെ നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പോവാം. അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ ഭാര്യ ഭർത്താവ് നാട്ടിലുള്ളപ്പോ ഒറ്റയ്ക്ക് നിർത്തേണ്ട ആവശ്യമില്ല, രണ്ടൊക്കെ അങ്ങോട്ട്. അപ്പൊ നമ്മൾ എന്റെ അടുത്ത് തന്നെ ഏട്ടൻ നിൽക്കുന്നതാണ് എനിക്കിപ്പോ ഏറ്റവും എന്റെ സപ്പോർട്ടും. നമുക്ക് ചില ടൈമിൽ മൂഡ് സ്വിങ്സും ഡിപ്രഷന്റെ ഒരു പല ടൈപ്പ് ഉണ്ടാവും. നമുക്ക് വയ്യാണ്ടാവുമ്പോ ഇപ്പൊ എനിക്ക് എന്തിനു വയ്യായിട്ട് അതൊന്നും എടുത്തരും ചോദിക്കാനും പല കാര്യങ്ങളും എന്റെ ഭർത്താവ് വേണം. ഇപ്പൊ ഗൾഫിലാണെങ്കിൽ നമുക്ക് നിവൃത്തിയില്ല. ഇപ്പൊ എന്റെ ഭർത്താവ് എന്റെ നാട്ടിലുള്ളപ്പോ എന്റെ കൂടെ നിന്നിട്ട് അതൊക്കെ ചെയ്തു തരുമ്പോ പ്രഗ്നൻസി ഞങ്ങൾക്ക് അത് ഡബിള് സന്തോഷമുള്ളൂ അല്ലെ. സന്തോഷമുണ്ട്, കാരണം എല്ലാവരും അതനുസരിച്ച് ആൾക്കാർ ജീവിക്കും. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ പറയും. പിന്നെ ഞാൻ എനിക്കാണെങ്കിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ബ്ലോഗ് എടുക്കാൻ വരാം, ഞാൻ കരഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യാത്തത്. ഏട്ടൻ കരയണെന്ന് വെച്ചാൽ എന്തിനാവും? ഏട്ടന്റെ കുറെ ഉള്ളിലുള്ള വിഷമം ഞാൻ ഏട്ടന്റെ മുന്നിൽ കരയും. ഞങ്ങളെ ഉണ്ടാവും, ഞങ്ങൾക്ക് കരയണമെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് കരയും. കരഞ്ഞാലും ഏട്ടൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പ്രശ്നത്തിന് നമുക്കൊരു പങ്ക് വരില്ല. അത് എനിക്ക് മാറ്റാൻ പറ്റുന്ന കഴിയോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഞങ്ങൾ മാറ്റും. ഇപ്പൊ ഞാൻ കരഞ്ഞാലും ഏട്ടൻ എനിക്ക് അതിന് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരും ചോദിച്ചാൽ ഏട്ടന് മാറ്റാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾ 2 ദിവസം മാറ്റും. അപ്പൊ നമ്മളെ ഭാര്യ പറഞ്ഞു പറഞ്ഞ വേറൊരു ലൈഫാണ്. ഞാൻ പറഞ്ഞ നമുക്കിത് മാത്രല്ല, നമുക്കിന്റെ ഇടയിൽ കുറെ ബാധ്യതകൾ നമുക്ക് കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ബാധ്യത നമ്മുടെ ഈ പ്രായത്തിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങളോട് പറയാം പേഴ്സണൽ ആയിട്ടാണ് എന്താണെന്ന് നമുക്ക് 1 ലക്ഷം എന്തായാലും വേണം ഒരു മാസം പോകണേ തന്നെ. അത് ആ 1 ലക്ഷം എന്ന സംഭവം നമുക്ക് ഷോപ്പ് ഉണ്ട്, റെന്റ് ഉണ്ട്, കല്യാണ ലോണുകളുണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങൾ വാശിക്ക് നടത്തി തന്നിട്ടുണ്ടല്ലേ. അന്ന് ഇവര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കല്യാണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് ചർച്ചാ വിഷയം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചക്കുള്ളിയാണെന്ന് തോന്നുന്നു, ഒന്നല്ലെന്ന് തോന്നുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കല്യാണത്തിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തത്. ആഡംബരം കാണിച്ച് തന്നെ ഒട്ടും ഒരു കുറവില്ലല്ലോ. അവരുടെ മുമ്പ് ജയിക്കാൻ വേണ്ടി കാണിച്ച് കൂട്ടി കുറച്ച് കോപ്രായങ്ങളുണ്ടായിരുന്നു. അത് വേറെ കാര്യങ്ങൾ, അത് കണ്ടവർക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. പോയപ്പോൾ ആർക്ക് പോയി മനസ്സിലായോ? ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വേണ്ട, എന്തിനാ നമ്മുടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല, അതൊരു ഇതുമല്ല, വിട്ടേക്കുക. ബാക്കിയും കൂടെ വെക്കാം, പറയാം, പോയിന്റ് ഓരോന്ന് പറഞ്ഞു തരാൻ. ആ ഒരു സമയത്ത് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇവൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ പ്രണവ് പ്രവീണിനെ പോലൊക്കെ തന്നെ നമുക്കൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയ നമുക്ക് നല്ല റീച്ച്, നല്ല ഫോളോവേഴ്സും, നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഇവൻ. അത് എന്നോട് പറഞ്ഞത് ആ അമ്മയായിരുന്നു പറഞ്ഞത്. ഇവരുടെ വീട്ടിലാണ് അന്ന് ആ പ്രശ്നം നടക്കുന്ന സമയത്തൊക്കെ. അന്നത്തെ ആ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അങ്ങ് കിളിപോയൊരവസ്ഥയായിരുന്നു. ഞെട്ടിപ്പോയി, പല കാര്യങ്ങളും ഞെട്ടിപ്പോയി. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെന്താ ഈ പറയുന്നത്? കാരണം നമ്മൾ കാണുന്ന ബ്ലോഗല്ല അവിടെ നടക്കുന്നത്. നമ്മളെക്കാളും പീക്ക് ലെവൽ സംഭവങ്ങളും കഥകളും ഒക്കെയാണ് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവനെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു തഴഞ്ഞിട്ടേക്കായിരുന്നു.
തഴഞ്ഞെന്ന് വെച്ചാൽ തഴഞ്ഞിട്ടേക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ആങ്കറിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരു ഷോയിൽ പോയി നല്ല രീതിയിൽ കയറി പോയിട്ട് വന്ന ഒരു വ്യക്തിയാണ്. ആരാന്ന് വെച്ചാൽ നിങ്ങൾ ഊഹിച്ചെടുത്തു. ആ ആങ്കർ ഇവനെ കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ച് നെഗറ്റീവൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്തൊക്കെ. അങ്ങനെ ഇവൻ്റെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടായിരുന്നു ഇവർ അവനെ നെഗറ്റീവ് അടിച്ചത്. അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഇവർ പറഞ്ഞുള്ള അറിവ് മാത്രമേ നമുക്കറിയത്തില്ല. ആളെന്തായാലും ഓക്കെയാണ്. നമുക്കിപ്പോൾ ബ്ലോഗിൽ കൂടെ കാണുന്നുണ്ട്. അവൻ കുഴപ്പമില്ല, അവൻ നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഗൾഫിൽ പോയാ 23 വയസ്സ് തുടങ്ങി അധ്വാനം തുടങ്ങണം. ഇപ്പോഴത്തെ പിള്ളേരാണ് 22-23 വയസ്സിൽ പോയിട്ട് ഗൾഫിൽ പോയി ഇതാക്കുന്നത്. അത് തോന്നല പോകുന്നുണ്ട്. ഇപ്പം 23 എന്ന് പറയുമ്പോൾ നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? ഞാനും എൻ്റെ 21-22 വയസ്സിലാണ് ജോലിക്ക് പോയത് കപ്പലിലൊക്കെ. 10-28 വയസ്സല്ലേ ഉള്ളൂ. 28-29 വയസ്സങ്ങാണ്ടേ ഉള്ളൂ ഇവന്. അത്രയോളം തോന്നുന്നു. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 5-6 വർഷം മുമ്പുള്ള കഥയാണ് പുള്ളിക്കാരൻ ഈ പറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും പോകുന്ന പിള്ളേരുണ്ട്. 18-19 വയസ്സ് സമയത്താണെങ്കിൽ ഗൾഫിലും പോകുന്നത് കഷ്ടപ്പെടുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് അത്ര വലിയ സംഭവമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഇല്ലാന്നല്ല, എന്റെ അഭിപ്രായത്തിൽ ഞാൻ കുറവുണ്ടെങ്കിൽ പോയതാ. ഞാൻ ഈ പറഞ്ഞ പോലെ മടി പിടിച്ച് പണിയെടുക്കാണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ഏത് ടൈമിലും എപ്പോഴും വർക്ക് എടുക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞങ്ങൾ ഒരു മാസം 1.5 ലക്ഷം ഉണ്ടാക്കുക, 1 ലക്ഷം ഒക്കെ ഉണ്ടാക്കണേ ഞങ്ങൾ രണ്ടാളും നന്നായി മുൻപിരുന്നിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാലോ കാശ് ഉണ്ടാക്കണേ നല്ല പണി. വീഡിയോ എടുക്കാൻ ഇതുപോലൊരു മടി ഉള്ളൊരു വ്യക്തി ആര്? ഈ കൊച്ചിൻ്റെ കാര്യം അവർ പറയുന്നത്. നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ മടിയായിരുന്നു. പുള്ളിക്കാരി എണീക്കുന്നത് 2 മണിക്ക് 3 മണിക്കൊക്കെയാണ്. ഫുഡ് കഴിക്കാൻ നേരത്ത് മാത്രമാണ് കയറി വരുമെന്നൊക്കെയാണ് ആ സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അത് അവരുടെ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞായിരുന്നു. കാരണം അതുപോലത്തെ വിഷയമായിരുന്നു. പിന്നെ അവർ ആദ്യം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ ഇട്ട സമയത്ത് ആദ്യം ആളെ കണ്ട് ഇറങ്ങിപ്പോയ സമയത്ത് ഞങ്ങളത് വീഡിയോ പൈസയ്ക്ക് വേണ്ടി തന്നെ ആയിരുന്നു, റീച്ചിന് വേണ്ടിയായിരുന്നു ചെയ്തത്. പക്ഷേ ഇതങ്ങനല്ല, ഇത് ഞങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്നും പറഞ്ഞുള്ള രീതിയിലാണ് പുള്ളിക്കാർ ഭയങ്കര സംസാരമായിരുന്നു. ബാക്കി കൂടെ കേൾക്കാം. വീടായിരിക്കും ഇപ്പൊ ഓരോ കാര്യങ്ങൾ. ഈ കാറുകളൊക്കെ ഞാനും എന്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ കാറുകളൊക്കെ തന്നെയാണത്. ഞാൻ പകുതി എമൗണ്ട് പകുതി എമൗണ്ട് കാറ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്റെ പ്രായം ആലോചിക്കണുണ്ട്. ആ ഒരു വയസ്സിൽ പിന്നെ വീട് കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ചൈൽഡ് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും എല്ലാം ചെയ്യുന്നവരാണ്. നമുക്ക് ഞാൻ ഇത് മറ്റുള്ളവരുടെ പറയണ വേറെ ഒന്നല്ല. അല്ല, നമ്മുടെ വീട്ടിലേക്ക് ചെയ്യുന്നതിന് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, സ്വന്തം വീട്ടിലേക്കല്ലേ ചെയ്യുന്നത്. അതിങ്ങനെ എടുത്ത് കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയാ? ഇതിരുന്ന് ആൾക്കാരിന്ന് കാണും. ആൾക്കാരിന്ന് കണ്ടു കഴിഞ്ഞാലും ചേട്ടാ ഇത് സത്യം പറഞ്ഞാൽ ഓക്കെ, ഏറ്റവും കൂടുതൽ ഇത് കോമഡി പീസായി പോകുന്നത് നിങ്ങളുടെ അയലത്തുള്ളവർക്കാണ്. അവർക്ക് വെറും പുച്ഛം മാത്രമേ കാണത്തുള്ളൂ നിങ്ങളെയൊക്കെ. അങ്ങനെ ആകുമ്പോൾ ഇവരുടെ തൊട്ട അയലത്തുള്ളവർ തന്നെ ഇവർക്ക് പണിയായിരുന്നു. ഈ 2 പേരും നിശ്ചയം ഉറപ്പിച്ച സമയത്താണെങ്കിൽ പോലും ഇവർക്ക് ഭയങ്കര പണിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അതൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. ഈ ചില ആൾക്കാർ കമന്റ് ഇടുമ്പോൾ നമുക്കത് അറിയാണ്ട് കമന്റ് ഇടും. നിങ്ങള് ലൈഫ് അങ്ങനെ ചെയ്ത് നടക്കല് ഇങ്ങനെ ചെയ്ത് നടക്കും. പക്ഷെ നമ്മുടെ ലൈഫിലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയില്ല. നമ്മൾ എല്ലാം നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് കാശ് ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ ആരോട് പറഞ്ഞില്ല. നമ്മൾ തന്നെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് ആവും. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇവർക്ക് കാശാണ് ഇമ്പോർട്ടന്റ്. സത്യത്തിൽ അറിയും കാശ് ഇമ്പോർട്ടന്റ് എന്ന് പറയണത്. ഞാൻ അത്രയും രീതിയിൽ കാശിന് വേണ്ടിയിട്ട് കെഞ്ചിട്ടുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നതാണ്. 10 പൈസ പോലും കടം ചോദിച്ചിട്ടായി തന്നിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷനുകൾ നമ്മുടെ അല്ല നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസും എല്ലാവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ വരും. ഏട്ടൻ കരഞ്ഞു വയ്ക്കാൻ എനിക്ക് സംസാരിക്കാനുള്ള മൂടും പോയി. ഏട്ടവാ കരഞ്ഞു വയ്ക്കാൻ എനിക്കും സംസാരിക്കാനുള്ള ഇത് പോയിട്ടാ, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മളിത് ഏട്ടന്റെ പെട്ടെന്ന് വന്നൊരു ഇമോഷണൽ ആയിട്ട് ഏട്ടൻ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് അനുഭവിച്ച കുറെ വിഷമങ്ങളുണ്ട്, ഒറ്റയ്ക്ക് ആയിട്ട് അനുഭവിച്ച കുറെ വിഷമങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും കാശിന് ബുദ്ധിമുട്ടും നല്ല കാലം ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ അറിയാതെ 10 മിനിറ്റത്തെ പല വീഡിയോ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഉണ്ണിയുടെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരോടൊന്നും പഠിപ്പിക്കാതെ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറല്ലേ? നമ്മളെല്ലാം കാര്യം നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കല്യാണം നടത്തിയതാണെങ്കിലും എല്ലാം കാര്യം നമ്മൾ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ പ്രായത്തിൽ പറ്റിയ അത്യാവശ്യം ബാധ്യതകൾ ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഞങ്ങൾ ആ ബാധ്യതകൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. വേറെ തടസ്സം ബുദ്ധിമുട്ടിലാണ് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതുവരെ ദൈവത്തില് ഞങ്ങൾക്ക് ഒരാൾ കടമാകേണ്ട അവസ്ഥ വന്നിട്ടില്ല. ബുദ്ധിമുട്ടുകളില്ലാതെ ദൈവം കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം പോലെ എല്ലാ സമയത്തും അതേപോലെ ഒന്നല്ലാതെ പറയുന്നത്. പക്ഷെ ഞങ്ങളെ ദൈവം ഞങ്ങളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഒരാളെ സഹായിച്ചോണ്ടാണ് ഇങ്ങനെ ആവശ്യം വന്നപ്പോൾ നമ്മൾ സഹായിച്ച ആളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലേ ഞങ്ങൾ വന്നത്. അല്ല, ഞങ്ങൾ നടന്നിരുന്ന ആളായതുകൊണ്ടാണ് ഞാൻ അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അല്ല, ഞങ്ങൾ പറയുന്നത് നമുക്ക് നിങ്ങൾ ഡെയിലി ഒരു 8 മിനിറ്റിന്റെ ഒരു വീഡിയോ ഇട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഡെയിലി ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഒരു മാസം ഒന്നല്ല അതിൻ്റെ അപ്പുറം കിട്ടും. പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗ് ഇടുന്ന ഒരു
ആൾക്കാരായതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് നല്ല RPM നല്ല ബെനിഫിറ്റും കാര്യങ്ങളും കിട്ടുന്നവർ ഡെയിലി ഇടണം. ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 3 4 ഒക്കെ ചിലപ്പോൾ കിട്ടും. പിന്നെ എന്തിനാണോ കിടന്നിട്ട് ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഒന്നിൻ്റെ കഴിഞ്ഞു പോകുന്നതിൻ്റെ എൻ്റെ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ സിമ്പിളായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു പോകാനേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്ക്. നമുക്ക് വരില്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് അതിൻ്റെതായ ലൈഫിൽ കുറെ കാര്യങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ എങ്കിലും പോകുമ്പോഴോ തിരിയുമ്പോഴോ പറയുമ്പോഴോ ചെറിയ വയറുവേദന വന്നാലും അതിൽ നമുക്ക് ടെൻഷൻസ് ഉണ്ട്. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് നല്ല ടെൻഷൻസ് ഉണ്ട്. അപ്പൊ ആ ടെൻഷൻസിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ അറിയാതെ കമന്റ് ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില നേരത്തെ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം പ്രതികരിച്ചാൽ ഇത് നല്ല രീതിയിൽ പറഞ്ഞു പോകാൻ വിചാരിച്ചാണ്. അപ്പൊ നമുക്ക് മനുഷ്യരല്ലേ ചില നേരത്ത് വരുന്ന ഒരു ഇതിൽ പറഞ്ഞതാണ്. അല്ല, ആ കമന്റ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ പറയാൻ പറ്റാത്ത കുറെ ഓപ്പൺ ആയ കാര്യം പറയാൻ പറ്റാത്ത നമ്മുടെ ലൈഫിലുണ്ട്. അല്ല, അതേപോലെ ദേഷ്യപ്പെടുകയാണ്. എനിക്ക് ഇപ്പൊ ആദ്യം ഹൽക്ക് കുറിച്ച് ഞാൻ കാണാറില്ല. ഏട്ടൻ കണ്ടതിന് ശേഷം കാണാം. അപ്പൊ ഞാൻ പറയാം ഇടയ്ക്ക് ദേഷ്യപ്പെടുമ്പോൾ ഏട്ടൻ ഹൽക്കാവുന്നുണ്ട്, ഏട്ടൻ നല്ല പ്രഷർ കൂടുന്നുണ്ട്. അത് നമ്മുടെ ഒരു മനുഷ്യരുടെ ഇമോഷണൽ കാരണം അങ്ങനെയാണല്ലോ. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളുണ്ട്. ചിലപ്പോ അതൊക്കെ ലൈഫിൽ പറയേണ്ടി വരും. ഈ വീഡിയോന് മുന്നിൽ തന്നെ വന്ന് എനിക്ക് പറയേണ്ട അവസ്ഥ നമുക്ക് രണ്ടാക്കും ചിലപ്പോ വരും, ചിലപ്പോ വരുത്തും. അത് വരാതിരിക്കട്ടെ, നമുക്കത് വരും. അപ്പൊ അത് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പോകാനാണ് ഞങ്ങൾ രണ്ടും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞങ്ങള് നല്ല ഹാപ്പി ആയ ഒരു ടൈമാണ്. കുറെ ടെൻഷൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾ നല്ല ഹാപ്പി ആയ ടൈമാണ്. ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. ഞാൻ ഇതിനിടയിൽ മനസ്സിലാക്കാത്ത കുറച്ച് പേരുന്നുണ്ട്. കുഞ്ഞന് പച്ചുവിന് പറ്റിയ ഭാര്യയല്ല അല്ലാതും പറയുന്നവരുണ്ട്. എന്റെ ഭർത്താവ് ഇതുവരെ ഞാൻ ഓക്കെ എല്ലാം തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ ഭർത്താവ് ഇതുവരെ ഓക്കെ എല്ലാം തോന്നിയിട്ടില്ല. എന്താ അല്ല പലരും പറയുന്നത്. ഓക്കെ, ഈ കൊച്ചെന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അന്നൊന്നൊരു അക്ഷരം മിണ്ടാത്ത ടീമായിരുന്നു. ഇപ്പോൾ കൂടുതലും ട്രോൾ അടിച്ചിറക്കുമ്പോൾ ഈ പറയുന്ന ഇവനൊരു കാര്യം പറയുന്നു, അച്ഛൻ വന്നിട്ട് വേറൊരു കാര്യം പറയുന്നു. ഞാൻ ഇവരുടെ രണ്ടിൻ്റെ വ്ളോഗ് മൊത്തം ഇരുന്ന് കണ്ട്. ഇന്നലെ രാത്രി ഒരു 2 വട്ടം ഞാൻ ഈ ഒരു വീഡിയോ ഇരുന്ന് കണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട്, അതായത് ഇവൻ്റെ അച്ഛൻ്റെ അക്കൗണ്ട് തപ്പി ഞാൻ പടാപാട് കേട്ടു. അപ്പോഴാണ് ഞാൻ ആ ഒരു വ്ളോഗിൻ്റെ കുറച്ച് പോർഷൻസ് കാണുന്നതും പിന്നെ അത് മാത്രമല്ല ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഫുള്ള് വീഡിയോ കിട്ടുകയും ചെയ്തത്. അവർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിസ റെഡി ആവണം, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതൊന്ന് വെച്ചുതരാം. നാട്ടിലിപ്പോ പഴയതുപോലെ ഇഷ്ടം പോലെ പണിയാണ്. അവരെ സംബന്ധിച്ചിപ്പോ ഒന്നും നോക്കാനുണ്ട്. വല്ല പെങ്ങന്മാരൊക്കെ ഞാൻ കഴിച്ചു കൊടുക്കാനോ കയറി കിടക്കാൻ വീടില്ലായ്മ അതൊന്നുമില്ലല്ലോ. അതിൽ അവനിട്ടൊന്ന് കൊട്ടിയതാ ഗൂഗിളിനിട്ട്. ഈ മാസം കായ്ഫലം കുറവാന്നാ തോന്നുന്നേ. കായ്ഫലം അല്പം കുറഞ്ഞാലും പേട്ട് തേങ്ങ ഉണ്ടാവില്ല. അങ്ങനൊക്കെ എന്തോരം പിള്ളേരുണ്ട്. പോയിട്ട് വീടുണ്ടാക്കി വരും, പറമ്പെടുത്ത് വരും. അല്ലേ പണിക്ക് പോകാനൊരു അനിയനില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. നമ്മുടെ മക്കൾക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അത് ഒല്ലാണ്ട് വന്ന് കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പുള്ളി നൈസായിട്ടിട്ട് ചില കാര്യങ്ങളൊക്കെ ഇട്ട് കൊട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് വന്നിട്ട് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവരൊരു വീഡിയോ ഇടും, ഇപ്പുറത്ത് വന്നിട്ട് ഇവർ ചില കാര്യങ്ങളൊക്കെ അവിടെയും നില ഇവിടെ നിലയിട്ട് സംസാരിക്കുമ്പോൾ കൊള്ളുന്ന ആർക്കാണ്? ഇവർക്കാണ് കൊള്ളുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സ് മൊത്തം നിറയും. പിന്നെ ഇതുപോലുള്ള ട്രോളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവസ്ഥയോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ തോന്നുന്നത് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യണമെന്ന് തോന്നി മാത്രമേ ഉള്ളൂ. ഞാനിത് പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാവരും പറയും കണ്ടൻറ്റിൻ്റെ ക്ഷാമം ഉണ്ടായിട്ടുണ്ടോ? അല്ലല്ല, ക്ഷാമമൊന്നുമില്ല, കണ്ടൻറ്റൊക്കെ ഉണ്ട്, ചെയ്യാനൊരു മടി മാത്രമേ ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ച് പനി, അതുകൊണ്ടാണ്. കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഗൈസ്.